നമസ്കാരം. ഇന്നത്തെ കോഴിക്കോട് വാർത്തകളിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPക്ക് വേണ്ടി പൂരം കലക്കിയതിനു പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാത്തത് ഭീരുത്വമെന്നും VD സതീശൻ വിമർശിച്ചു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമി തിരോധാന കേസിൽ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് സംഘം. വെള്ളിമാടുകുന്നിലെ മാമിയുടെ വീട്ടിലെത്തി മകൾ അദീബ നൈനയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. കാര്യങ്ങൾ വിശദമായി സംഘത്തെ അറിയിച്ചുവെന്ന് അദീബ പറഞ്ഞു. സംഘം മാമിയുടെ ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും. MR അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം ഫലമില്ലെന്നും അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ കൃത്യമായ ഇന്റലിജൻസ് നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നും PV അൻവർ MLA. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ADGPക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നതെന്നും P അൻവർ കൂട്ടിച്ചേർത്തു. ഓണം ഉത്സവബത്തയായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 1000 രൂപ വീതം ലഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 56.91 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5.69 ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവബത്ത അനുവദിച്ചത്. മണിപ്പൂരിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാർ രാജ്ഭവന്റെ കവാടത്തിന് നേരെ കല്ലെറിഞ്ഞു. തൗബാലിൽ ജില്ലാ ആസ്ഥാനത്തെ ദേശീയ പതാക അഴിച്ചുമാറ്റി മെയ്തൈ പതാക കെട്ടി. സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ മണിപ്പൂർ സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം വ്യാപക സംഘർഷത്തിന് ഇടയാക്കിയത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉടനുണ്ടാകുമെന്ന് റിയാദ് സഹായ സമിതി. ജൂലൈ 2 വധശിക്ഷ റദ്ദ് ചെയ്ത് കോടതി ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് 5 കിലോ അരി. ഈ അരി വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കമലേശ്വരം GHSSൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ ബോണസ് നൽകണമെന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തത്. കഴിഞ്ഞ വർഷം ജീവനക്കാർക്ക് ബോണസായി നൽകിയത് 90,000 രൂപയായിരുന്നു. ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് 12% നിന്ന് 5% കുറച്ചു. തിങ്കളാഴ്ച നടന്ന GST കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർണയിച്ചുള്ള സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് വിഭജനമാണ് പൂർത്തിയാക്കിയത്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലേത് അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് ചേരും. പൊതു താൽപര്യ ഹർജി ഉൾപ്പെടെ 6 ഹർജികൾ ആണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ടും അനുബന്ധ രേഖകളും സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.